ജോയിൻറ്റ് ലയബിലിറ്റി എന്നൊരു കാര്യമുണ്ട്. അത് ചെയ്തു എന്ന് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത് ആ പെർട്ടിക്കുലർ ആക്ട് A1 ആണെങ്കിലും എല്ലാവർക്കും ജോയിൻറ്റ് ലയബിലിറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കാൻ ഒക്കുള്ളൂ. എല്ലാവർക്കും 20 years ആണ്. മിനിമം ശിക്ഷ കിട്ടിയെന്നുള്ളത് ഒരു ആശ്വാസമാണ്. ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. എല്ലാം ഈ 20 വർഷത്തിനകത്ത് തന്നെ പോകും. 7.5 വർഷത്തോളം ശിക്ഷ നിലവിലെ റിമാൻഡ് കാലാവധി. അതെ, 7 കൂടുതലുണ്ട്. പിന്നെ ഒരു 12 വർഷമായിരിക്കും അവശേഷിക്കുന്ന ശിക്ഷാ കാലാവധി. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. കാരണം അതിൽ ജയിലിലെടുക്കുന്നത് ഈ 365 days അല്ല, ഒരു വർഷം. കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ വിധിയുടെ പകർപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ അപ്പീൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതെ, എന്താ എനിക്ക് അപ്പീൽ ഞങ്ങളിവിടെ ഒരുപാട് പോയിന്റ്സ് റേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ഈ പ്രോസിക്യൂഷൻ കൊണ്ടുവന്നിട്ട് ഈ A1-നെതിരെ കൊണ്ടുവന്നിട്ടുള്ള എല്ലാം തന്നെ നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് വ്യക്തമായിട്ടുള്ള റീസണിങ്ങോടുകൂടി തന്നെയാണ്. ആ ഡിഫൻസ് എല്ലാം തന്നെ ഹൈക്കോടതിയിൽ എടുക്കും. മെറിറ്റ്സിലാണ് പോകുന്നത്. നിങ്ങൾക്ക് ആകെ പിഴയായിട്ട് അടയ്ക്കേണ്ടത് 3 ലക്ഷം. അത് എനിക്ക് ഓർഡർ കിട്ടിയാലേ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളൂ. അവിടെ വെച്ച് ഇങ്ങനെ എഴുതിയെടുക്കാൻ പറ്റിയിട്ടില്ല.